ഹായ് ഗേയ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം വൈകിട്ട് 3 മണിയായി കേട്ടോ. അപ്പോൾ ചിന്നു പറഞ്ഞേടി എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹമെന്ന്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു താഴത്തെ കടയിൽ പോയി ഒരു ഓവർ പാലും വാങ്ങിക്കണമായിരുന്നു, പായസത്തിൻ്റെ മിക്സും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഒരു മഴയുടെ കോളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങിയ ഒരു കാലാവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും എളുപ്പത്തിന് വണ്ടിയിലാണ് കേട്ടോ പോയത്. നമ്മുടെ കടയിലെത്തി, കടയിൽ ഒരു മാമ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എനിക്ക് എന്തായാലും പാലും പായസത്തിൻ്റെ മിക്സും ഏലക്കയും വാങ്ങണമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഞാൻ വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലിങ്ങനെ എത്തിയപ്പോഴത്തേക്ക് മഴ ഇഞ്ഞ് വീണു ഗൈസ്. അങ്ങനെ ഞാൻ എന്തായാലും ഹെൽമെറ്റ് വെച്ചേക്കുന്നത് കൊണ്ട് മുഖത്തധികം മഴവെള്ളം വീണില്ല. അങ്ങനെ എന്തായാലും നമ്മൾ നല്ല സാധനമൊക്കെ വാങ്ങി അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ചു കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും കുളിക്കാൻ കയറി, കുളിച്ച് താണ്ട് ഇറങ്ങി. അതിനുശേഷം പിന്നെ നേരെ കിച്ചണിലോട്ട് പോകണം കേട്ടോ. അതിനു മുമ്പ് എന്തായാലും ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പോയി. ആദ്യം തന്നെ നമ്മുടെ മുഖത്ത് തന്നെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും മുഖത്തൊരു മോയ്സ്ചറൈസർ എടുത്ത് ഞാൻ അപ്ലൈ ചെയ്തു. കാരണം ഇല്ലെങ്കിൽ എൻ്റെ മുഖം ഒരുമാതിരി വിളിക്കും. പിന്നെ ഞാനൊരു ഫേസ് ക്രീം ഇട്ടു കേട്ടോ, അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. അതിനുശേഷം ഞാനൊരു പൗഡറാണ് കുറച്ച് മുഖത്തിടുന്നത്. ഞാൻ എപ്പോഴും ഈ പോൺസിൻ്റെ പൗഡറേ മാത്രമേ ഇടാറുള്ളൂ. കാരണം വേറെ ഒന്നും എനിക്ക് അങ്ങനെ മുഖത്ത് അധികം അങ്ങനെ പിടിക്കൂല കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും മുഖത്ത് പൗഡറും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു കണ്ണിൽ കുറച്ച് നമ്മൾ കരി എഴുതാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ഐക്കോണിക്കിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാനൊരു പൊട്ടൊക്കെ വെച്ചു. അതിനുശേഷം പിന്നെ അടുത്ത് ഞാനൊന്ന് ഹൈബ്രോ വെച്ചിട്ട് എൻ്റെ പുരുകമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ സ്റ്റുഡിയോ എന്നൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ലിപ്സ്റ്റിക്ക് ഫസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ വേറെ ഞാൻ 2 കളർ എപ്പോഴും മിക്സ് ചെയ്താണ് ഗൈസ് ഇടുന്നത് കേട്ടോ. അതാ എനിക്ക് ഭയങ്കര കൂടുതലായിട്ട് കംഫർട്ട് അതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സെക്കൻഡ് ലിപ്സ്റ്റിക്ക് എന്തായാലും ചുണ്ടിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം അത് ഞാനൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കില്ല, എൻ്റെ കൈ വെച്ചിട്ടാണ്. അതാണ് എനിക്ക് എപ്പോഴും ഒരു കംഫർട്ട് അതാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അതിനുശേഷം ഇനി എനിക്ക് വേറെ ഇനി പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് വീട്ടിൽ നിൽക്കുമല്ലോ, അപ്പോൾ നമുക്കൊരു വലിയ മേക്കപ്പ് ഇല്ലല്ലോ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. കൊള്ളാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ എന്തായാലും മുടിയൊക്കെ ഒന്ന് തലയൊക്കെ തോർത്തി അതിനുശേഷം എന്തായാലും വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ വിളക്കൊക്കെ ഞാൻ വൈകിട്ട് തന്നെ തേച്ചെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്തു. ഈ ദശൂട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. വിളക്ക് കത്തിക്കുന്ന കാണാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവന് ചന്ദനത്തിരിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു 6 മണിയായി. അങ്ങനെ ഞാൻ എന്തായാലും വിളക്ക് കത്തിച്ചു. ഞാൻ ഏകദേശം 6 മണിയൊക്കെ ആണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത്. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലൊരു അമ്പലം ഉള്ളതുകൊണ്ട് അവിടെ ദീപാരാധനയുടെ സമയം ഏകദേശം 6:30 എന്തോ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് മുന്നേ തന്നെ വിളക്ക് കത്തിക്കും കേട്ടോ. ദക്ഷുവിനാണെങ്കിൽ ചന്ദനത്തിൽ ഇങ്ങനെ ഇട്ട് കറക്കണം, അതവന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കുന്ന ടൈമിൽ എപ്പോഴും അവൻ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ എന്തായാലും വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ നേരെ അടുക്കളയിലിട്ട് പോയി. ഞാനൊരു പായസത്തിൻ്റെ മിക്സും ഓരോരോ പാലും ഏലക്കയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ അതിനുശേഷം ഞാനൊരു പാനൊക്കെ എടുത്ത് നമ്മൾ പാല് പൊട്ടിച്ചൊഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പായസത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി ആ ഷോർട്സ് കാണണം. അതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ പായസം വെക്കുന്നതിന്. കാരണം നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ പായസത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ചിന്നുവിന് എന്തോ ഇങ്ങനെ ഇരുന്നപ്പോൾ അവളോട് എനിക്കെന്തോ പായസം കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമെന്ന്. അപ്പോഴത്തേക്ക് പായസത്തിൻ്റെ മിക്സും തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പോയി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ എന്തായാലും ചൗവരി മുന്നേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴെന്നല്ല എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചൗവരി ഞാൻ വേവിച്ച് വെക്കും. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഈ വീണ്ടും കുറേ സാധനങ്ങളൊക്കെ വീഴുവാണെങ്കിൽ ഞാനത് അപ്പം തന്നെ അത് വൃത്തിയാക്കി ഇടും കേട്ടോ. പിന്നത്തേക്ക് ഞാനത് വെക്കാറില്ല. അങ്ങനെ എൻ്റെ കൂടെ എന്തായാലും പായസം വെക്കാൻ ദക്ഷവും കൂടി ചേർന്നു കേട്ടോ. അങ്ങനെ ഞാനും ദക്ഷവും കൂടി ഇളക്കൽ തന്നെയാണ് കേട്ടോ പായസം. അപ്പോഴത്തേക്ക് ചിന്നുവിൻ്റെ വിശപ്പിൻ്റെ വെളി വന്നു തുടങ്ങിയിടി, നല്ല മണം വരുന്നത് പെട്ടെന്നാവട്ടെ. അങ്ങനെ എന്തായാലും നമ്മുടെ പായസം നാട്ടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ഞാനെടുത്ത് അതിലേക്ക് തട്ടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചൗരിയൊക്കെ മുന്നേ നമ്മൾ വേവിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ജോലി ഒരുപാട് അങ്ങ് ഒതുങ്ങും. പിന്നെ ഇല്ലെങ്കിൽ ഇത് ചൗരി രണ്ടാമത് വേവിക്കാൻ നിൽക്കണം, അതിന് പിന്നെ കുറേ ടൈം അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു, നമ്മളെ മുന്തിരിയൊക്കെ നമ്മൾ സെറ്റാക്കി ഇതിനകത്ത് ഇട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ അച്ചാമ്മയ്ക്കും നമ്മുടെ ചിന്നൂനും കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.